കുറച്ച് നാളുകളായി എൻ്റെ ഗാർഡനിൽ വേണമെന്ന് ആഗ്രഹിച്ചൊരു പ്ലാന്റ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഹോംലോമനയുടെ ബ്ലാക്ക് എമറാൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടും വെൽ റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പോട്ടി എടുത്തിട്ടുണ്ട്, ഹോൾസ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മണ്ണും മണലും കൊക്കോപ്പിറ്റും നെല്ലിൻ്റെ പതിരും കൂടിയ പോട്ടി മിക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ചധികം ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടിരിക്കും. എപ്പോഴും നമുക്ക് മിക്സ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ പോട്ടി മിക്സ്. കുറച്ച് സാഫ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലാന്റിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് നിറക്കി വെച്ച് ഒന്ന് ചൂട് ഉറപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പോട്ടിലേക്ക് നമ്മൾ പിടിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാന്റിൻ്റെ ഈ ലീഫിനൊക്കെ നല്ല വലിപ്പം വയ്ക്കുമെന്ന് അറിയാലോ. നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഈ പ്ലാന്റിന്. ഈ പഴുക്കൊക്കെ പിടിച്ച് ഒരു ഭംഗിയില്ലാതെ നിൽക്കുകയാണ് കേട്ടോ ആ ലീഫുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാൻ നമ്മുടെ മെഴുകു പോലത്തെ ഒരു ഗ്ലേസിങ് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിന് കിട്ടും. പിന്നെ ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല, കാരണം പോട്ടി മിക്സിൽ നനവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. പിന്നെ ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട്, സൺലൈറ്റിൽ വെക്കേണ്ട. പക്ഷെ നമുക്ക് എന്തായാലും ഈർപ്പം എപ്പോഴും നിലനിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റ്. പിന്നെ ഈ പ്ലാന്റ് വളരെ നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു എയർ പ്യൂരിഫയർ ആണ്. നമ്മുടെ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത ഒരു എയർ പ്യൂരിഫയർ ആണ് ഈ പ്ലാന്റ്. അപ്പോൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ, ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതൊന്നല്ല, എനിക്കൊരു ചേച്ചി തന്നതാണ്. അപ്പോൾ എനിക്ക് എന്തായാലും കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്ലാന്റിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഈ വെറൈറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇത് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഒന്ന് വെച്ചാൽ എൻ്റെ പ്ലാന്റ് അപ്പോഴേക്കും ഉഷാറായിട്ട് വരും.